രാവിലെ മുതൽ സംഭവിച്ച പ്രധാന വാർത്തകൾ നമ്മൾ പരിശോധിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാർത്താമഴയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. തിരുവനന്തപുരത്ത് 17-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം കണ്ടെത്തിയതിന് പിന്നാലെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് പൂട്ടി. വെള്ളത്തിന്റെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു. മനീഷ് മഹിപാൽ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. മനീഷ്, പുറത്തു വരാതിരുന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്ന ദിവസങ്ങൾ കൂടിയാണ്. ഈ വർഷം ഇതുവരെ 17 മരണങ്ങൾ എന്നുള്ള വാർത്ത വന്ന ദിവസങ്ങളാണ്. അതിനിടയിൽ തിരുവനന്തപുരത്ത് ഒരു പുതിയ രോഗബാധ കൂടി സ്ഥിരീകരിക്കുന്ന എത്രത്തോളം ആശങ്കാജനകമാണ്? 17-കാരന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് മനീഷ്? ഹാഷ്മി, തിരുവനന്തപുരത്ത് നിലവിൽ +2 വിദ്യാർത്ഥിയായിട്ടുള്ള പൂവാർ സ്വദേശിക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 16-ാം തീയതിയാണ് ആക്കുളത്തെ ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനായി സുഹൃത്തുക്കൾക്കൊപ്പം പോയത്. അങ്ങനെ 16-ാം തീയതി പോയ ശേഷം 17 മുതൽ കടുത്ത തലവേദനയും പനിയുമായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിലെ 2 സ്വകാര്യ ആശുപത്രികൾ ചികിത്സ തേടി. ആദ്യം ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പിന്നീട് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെ തലവേദനയും പനിയും വലിയ രീതിയിൽ കടുത്തതോടെ ഈ സ്വകാര്യ ആശുപത്രിയിലെ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. പിന്നെ അവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ പൂവാർ സ്വദേശിയായ 17-കാരന് +2 വിദ്യാർത്ഥിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത്. അങ്ങനെ ഇയാളും സുഹൃത്തുക്കളും കുളിച്ച ഈ ആക്കുളത്തെ ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ പൂട്ടി. ഇന്ന് ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെത്തി അത് പൂട്ടുകയും അവിടുത്തെ വെള്ളം പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുമുണ്ട്. ഇന്നാണ് സംസ്ഥാനത്ത് അതിൻ്റെ പുതിയ കണക്കുകൾ ഒക്കെ തന്നെ പുറത്തു വന്നത്. നേരത്തെ 2 പേർ മാത്രമായിരുന്നു മരിച്ചത് എന്ന കണക്കായിരുന്നു ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടതെങ്കിൽ അങ്ങനെയല്ല, അത് 17 ആണ്. 17 പേർ മരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ 66 പേരായിരുന്നു. ഇപ്പോൾ 67 പേർക്കാണ് സംസ്ഥാനത്ത് ആകെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്, ചികിത്സയിൽ കഴിയുന്നവർ. ഹാഷ്മി. ഓക്കെ, മനീഷ് മഹിപാലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്ന് പറയുമ്പോൾ പോലും അത്രത്തോളം ഫേറ്റലായിട്ടുള്ള ഒരു രോഗമാണ്. അപ്പോൾ അതിൻ്റെ പടർച്ച ഉണ്ടാകുന്നത് കുറച്ചുകൂടി അതിൽ ശ്രദ്ധിക്കണം, സംവിധാനങ്ങൾ ശ്രദ്ധിക്കണം എന്ന അർത്ഥം കൂടിയാണ് തിരുവനന്തപുരത്തെ ആ പുതിയ രോഗപടർച്ചയും തെളിയിക്കുന്നത്. കൂടുതൽ പടരാതിരിക്കട്ടെ. വയനാട്ടിലെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി DCC മുൻ ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കുറച്ച് വ്യക്തികൾ ചേർന്ന് തങ്ങളെയും പാർട്ടിയും നശിപ്പിച്ചുവെന്നും കോൺഗ്രസിൽ ഇനി വിശ്വാസമില്ലെന്നും പത്മജ പറഞ്ഞു. ടി സിദ്ദിഖ് MLAയുടെ ഓഫീസിലേക്ക് DYFI നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. കോൺഗ്രസ് സ്വന്തം പാർട്ടിക്കാരെ പോലും ചതിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ ആരോപിച്ചു. DYFI MLA ഓഫീസിൽ അതിക്രമം കാട്ടിയെന്ന് ആരോപിച്ച് UDF പ്രവർത്തകരും റോഡ് ഉപരോധിച്ചു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് പത്മജ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. കോൺഗ്രസിനെതിരെ കുറിപ്പെഴുതി വെച്ചായിരുന്നു പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ രൂക്ഷ വിമർശനം പത്മജ ആവർത്തിച്ചു. കുറച്ച് വ്യക്തികൾ ചേർന്ന് ഒരു പാർട്ടിയെ നശിപ്പിച്ചു, ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. ഇനി ഈ പാർട്ടിയിൽ ഞാൻ വിശ്വസിക്കില്ല. അവരടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ പട്ടയം അവരെടുത്ത് തന്നേ പറ്റുള്ളൂ. അത് ഞങ്ങൾക്കുള്ള അവകാശമാണ്, അവരുടെ ഔദാര്യമല്ല. മുൻ MLA CK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ LDF സംഘം പത്മജയെ സന്ദർശിച്ചു. വയനാട്ടിലെ കോൺഗ്രസ് വലിയ ഒരു തട്ടിപ്പുകാരുടെയും വെട്ടിപ്പുകാരുടെയും അധോലോക സംഘത്തിൻ്റെയും റിയൽ എസ്റ്റേറ്റുകാരുടെയും നേതൃത്വത്തിലായിപ്പോയി. എല്ലാവരും പരസ്പരം കാശുണ്ടാക്കാൻ വേണ്ടി വെട്ടിപ്പിടിച്ച് കാശുണ്ടാക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം. ആശുപത്രിയിലെത്തിയ BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. DYFI പ്രവർത്തകർ ടി സിദ്ദിഖ് MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. MLA ഓഫീസിൽ DYFI പ്രവർത്തകർ അതിക്രമം കാട്ടിയെന്നാരോപിച്ച് UDF പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. NM വിജയന്റെ കുടുംബത്തെ ചതിക്കാൻ പാർട്ടി ആലോചിച്ചിട്ട് പോലുമില്ലെന്ന് ടി സിദ്ദിഖ് MLA. പാർട്ടി വഞ്ചിച്ചില്ല, സമയം കുറച്ച് നീണ്ടുപോയിട്ടുണ്ടാവും. അത് ആദ്യത്തെ 2 ചെറുതായിട്ട് നീണ്ടിട്ടുണ്ട്, ഇതിലും കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്. പാർട്ടി ഒരു ചതിയല്ല ചെയ്ത്, ഇവരുടെ കൂടെ നിൽക്കുക ചെയ്ത്. പാർട്ടി ആ കുടുംബത്തിനൊപ്പമെന്നും CPIM-ഉം DYFI-യുമാണ് പ്രശ്നം വഷളാക്കിയതെന്നും ടി സിദ്ദിഖ് ആരോപിച്ചു. 24 വയനാട്. വയനാട് കള്ളക്കേസ് ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലയുടെ ആത്മഹത്യ ചെയ്യും മുൻപുള്ള നിർണായക പ്രതികരണം 24-ന് കിട്ടി. തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ കുപ്രചരണം നടന്നുവെന്ന് വീഡിയോയിൽ ജോസ് പറയുന്നുണ്ട്. ജോസിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിടണം എന്ന് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ആവശ്യപ്പെട്ടു. പെരിക്കല്ലൂരിൽ തോട്ടയും മദ്യവും പിടിച്ചതുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ചത് തെറ്റായ വിവരമാണെന്ന് വീഡിയോയിൽ ജോസ് നെല്ലേടം പറയുന്നു. മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ പോലീസിന് വിവരം കൈമാറി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിവരങ്ങൾ തേടിയിരുന്നു. ഇതിനുശേഷം
തനിക്കെതിരെ നടന്നത് വലിയ കുപ്രചരണമാണെന്നും ജോസ് നെല്ലേടം. സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വലിയ അഴിമതിക്കാരനും ഗൂഢാലോചനക്കാരനും ഒക്കെയാണെന്ന് പറഞ്ഞ് വലിയ പ്രചരണങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് താങ്ങാൻ കഴിയാവുന്ന കാര്യങ്ങളല്ല. ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിടണമെന്ന് മുള്ളൻകൊല്ലിയിലെത്തിയ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ആവശ്യപ്പെട്ടു. മരണക്കുറിപ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ആരാ പ്രതികളെന്നുള്ള പോലീസ് പറയട്ടെ. എന്തിനത് മൂടി വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് വെറുതെ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ പേരിൽ ഇങ്ങനെ ഓരോ ആളുകളിങ്ങനെ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സംഭവവുമായി ബന്ധപ്പെട്ട് ജോസിന്റെ സഹപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് രൂക്ഷമാണ് മുള്ളൻകൊല്ലിയിൽ. ഇതിന്റെ തുടർച്ചയായുണ്ടായ സംഭവവികാസങ്ങളാണ് വാർഡംഗം കൂടിയായ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. 24 വയനാട്. അതേസമയം വയനാട്ടിലെ നേതാക്കളുടെ ആത്മഹത്യ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ. പുറത്തുവരുന്ന വിവരങ്ങൾ പാർട്ടിയിലെ ഗ്രൂപ്പ് പോലും സാമ്പത്തിക പ്രശ്നങ്ങളും തുറന്നു കാണിക്കുന്നതാണ്. DCC മുൻ ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ തുടങ്ങിയതാണ് വയനാട് കോൺഗ്രസിലെ പ്രതിസന്ധി. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായതിനാൽ പ്രശ്നമൊതുക്കി തീർക്കാൻ നേതൃത്വം ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. മുള്ളംകൊല്ലിയിലെ പ്രാദേശിക നേതാവ് തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ വിവാദം ചെന്നെത്തിയത് മറ്റൊരു നേതാവ് ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയിൽ. ഈ വിഷയത്തിന്റെ അലയൊലുകൾ അവസാനിക്കുന്നതിന് മുൻപ് NM വിജയന്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമം. എന്നാൽ NM വിജയന്റെ കുടുംബം പറയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ കോൺഗ്രസിന്റെ പക്കൽ പണമില്ലെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. പാർട്ടിക്ക് അവരുടെ ആവശ്യം മുഴുവൻ നിറവേറ്റി കൊടുക്കാൻ പറ്റുമോ? ഒരു എഗ്രിമെന്റ് വിതൗട്ട് കൺസിഡറേഷൻ സഹായിച്ചിട്ടുണ്ട്. അത് കരാറിന്റെ അടിസ്ഥാനത്തിലോ അല്ല, കേസിന്റെ അടിസ്ഥാനത്തിലോ അല്ല, ആത്മഹത്യാ ഭീഷണിയുടെ അടിസ്ഥാനത്തിലോ അല്ല. ഒരു കോൺഗ്രസ് കുടുംബത്തെ സഹായിക്കാനുള്ള വിശാല മനസ്കതയുടെ അടിസ്ഥാനത്തിലാണ്. തുടർച്ചയായ ആത്മഹത്യകൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് CPIM നീക്കം. സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രസ്ഥാനം ഒരു വലിയ മാഫിയായി രൂപപ്പെട്ടിരിക്കുകയാണ്. കൊലപാതകം, ആത്മഹത്യാ പ്രേരണ, പരസ്യമായ അക്രമ സംഭവങ്ങൾ, ഗർഭഛിദ്രം എന്നിവയൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കോൺഗ്രസ് നേതാക്കൾ പോലും ഇരയാകുന്നു. വയനാട് ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിലുമുണ്ട്. ന്യൂസ് ഡെസ്ക് 24. കേസിൽ പ്രതികളായ KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി പോലീസിനെതിരെ പ്രതിഷേധം കടുക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് KSU നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. വടക്കാഞ്ചേരി SHOയ്ക്കെതിരെ കൊലവിളി പ്രസംഗവുമായി KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ രംഗത്തെത്തി. ആഭ്യന്തരമന്ത്രിക്കും SHO ഷാജഹാനുമെതിരെ അസഭ്യവർഷത്തോടെയാണ് KSU സമരം ആരംഭിച്ചത്. പിന്നാലെ സമരം അക്രമാസക്തമായി. ആദ്യം ജലപീരങ്കിയും പിന്നീട് കണ്ണീർവാതകവും പോലീസ് പ്രയോഗിച്ചു. വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പി ശങ്കരമംഗലം വള്ളൂരിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടെ പ്രവർത്തകനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തുവന്നു. KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ നടപടി അപരിഷ്കൃതമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. KSU നേതാക്കളെ പോലീസ് തീവ്രവാദികളെ പോലെ മുഖംമൂടി അണിയിച്ചതിൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കോ. പണ്ടൊക്കെ ഞങ്ങളെല്ലാം പൊറുക്കുമായിരുന്നു. ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തു വയ്ക്കും. ചെവിയിൽ നുള്ളി വെച്ചോ. ഒറ്റ ഒരുത്തൻ കാക്കിയിട്ട് നടക്കില്ല. വരും ദിവസങ്ങളിലും പോലീസിനെതിരെ പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസ് തീരുമാനം. തിങ്കളാഴ്ച തൃശൂരിൽ പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. പാലക്കാട് ബ്യൂറോയ്ക്കൊപ്പം 24 തൃശൂർ. അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന ബില്ലിന്റെ കരടിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ബില്ല്. കേന്ദ്രവുമായി ഏറ്റുമുട്ടലില്ലെന്നും വനം നിയമങ്ങളിൽ കാലോചിത മാറ്റത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് 1972 കേന്ദ്ര വന്യജീവി നിയമപ്രകാരം കടുത്ത വ്യവസ്ഥകളാണുള്ളത്. 6 അംഗ സമിതി രൂപീകരിക്കുകയും ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷിക്കുകയും വേണം. പിന്നീട് കെണിവെച്ച് പിടികൂടണം. ഇതിനും കഴിയാതെ വന്നാൽ മാത്രമാണ് വെടിവെച്ച് പിടികൂടാനുള്ള വ്യവസ്ഥ. ഈ കർശന വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകുന്ന നിയമ ഭേദഗതിക്കാണ് അംഗീകാരം നൽകിയത്. ഇതുപ്രകാരം മനുഷ്യജീവന് ഒരു മൃഗം അപകടം വരുത്തുന്നുവെന്ന വിവരം ജില്ലാ കലക്ടറോ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരോ CCF അറിയിക്കണം.
ഇതോടെ മൃഗത്തെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇറക്കാനാകും. കേന്ദ്ര നിയമത്തിലെ 11-ാം വകുപ്പ് പ്രകാരം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ഇളവുകൾ, അധികാരങ്ങൾ അത് അതാത് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ തീരുമാനമെടുക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞു. നിയമസഭ ബില്ലിന് അംഗീകാരം നൽകിയാലും കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനാൽ രാഷ്ട്രപതിയുടെ അനുമതി വേണ്ടിവരും. തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് നിയമ ഭേദഗതിയുമായി സർക്കാർ എത്തിയത്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനം മുറിക്കാൻ അനുമതി നൽകുന്ന വനം നിയമ ഭേദഗതിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. വനം വകുപ്പിന്റെ അനുമതിയോടെ ചന്ദനമരം മുറിച്ചു നീക്കാമെന്നാണ് വ്യവസ്ഥ. കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഇക്കോ ടൂറിസം ബോർഡ് ബില്ല് മന്ത്രിസഭായോഗത്തിന് മുന്നിലെത്തുക. 24 തിരുവനന്തപുരം. കൊല്ലം വേളമാനൂരിൽ കിണറ്റിൽ വീണ് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മണ്ണയം നഗറിൽ വിഷ്ണു, മയ്യനാട് ധവളക്കുഴി സ്വദേശി ഹരിലാൽ എന്നിവരാണ് മരിച്ചത്. കിണറ്റിൽ വീണ വിഷ്ണുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഹരിലാൽ അപകടത്തിൽപ്പെട്ടത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സുജിത്ത്, ദാരുണമായ സംഭവമാണ്. ആ അപകടം ഉണ്ടായത് എങ്ങനെയാണ്? അതെ ഹഷ്മി, നാടിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഒരു അപകടമാണ് ഇന്ന് വൈകിട്ട് ഉണ്ടായിരിക്കുന്നത്. അതായത് വൈകിട്ട് 4:30 ഈ സംഭവം ഉണ്ടായത്. വിഷ്ണുവിന്റെ വീടിന്റെ മുറ്റത്തെ കിണറിൽ നിന്നും ഈ വിഷ്ണു വെള്ളം കോരുന്നതിനിടയിൽ കപ്പി പൊട്ടി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. വീട്ടുകാരുടെ നിലവിളി കേട്ടുകൊണ്ട് തൊട്ടടുത്തുള്ള പ്ലൈവുഡ് ഫാക്ടറിയിലെ ജീവനക്കാരനായ ഹരിലാൽ കൂട്ടുകാർക്കൊപ്പം ഇവിടേക്ക് എത്തി വിഷ്ണുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇരുവരെയും ഒരു കയറിൽ കെട്ടി മുകളിലേക്ക് ഉയർത്തുകയായിരുന്നു. ഈ സമയത്ത് കയർ പൊട്ടി താഴേക്ക് വീണ് ഇരുവരും പിടിവിട്ട് താഴേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ ഇതിനിടയിൽ നാട്ടുകാർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിളിച്ച് വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് ഇരുവരെയും കരക്കെത്തിച്ചത്. അതിനുശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടയിൽ 2 പേർ മരണവും സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഉള്ളത്. ഹഷ്മി. ഓക്കെ, സുജിത് സുരേന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിലെ ജനങ്ങൾക്കൊപ്പം വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുക്കി മെയ്തേ വിഭാഗങ്ങൾക്കിടയിൽ ഐക്യത്തിന്റെ പാലം സൃഷ്ടിക്കണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വംശീയ കലാപങ്ങൾ ഇരയായവരുടെ കുടുംബങ്ങളെ പ്രധാനമന്ത്രി നേരിൽ കണ്ടു. മണിപ്പൂരിൽ 8500 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വംശീയ കലാപത്തിൽ എരിഞ്ഞ മണിപ്പൂരിൽ 2 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി എത്തിയത്. കുക്കി, മെയ്തൈ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ചുരാചന്ദ്പൂരിലും ഇംഫാലിലും കലാപത്തിനിരയായവരുടെ കുടുംബങ്ങളെ പ്രധാനമന്ത്രി നേരിൽ കണ്ടു. മണിപ്പൂർ കിരീടത്തിലെ രത്നം, അത് വടക്ക് കിഴക്കിന് തിളക്കം നൽകും. അക്രമങ്ങൾ മണിപ്പൂരിന്റെ സൗന്ദര്യത്തിന് മങ്ങലേൽപ്പിച്ചു. പുരോഗതിക്ക് സമാധാനം അനിവാര്യമെന്നും പ്രധാനമന്ത്രി. മണിപ്പൂർ കെ തോ നാം മേ ഹി മണി ഹൈ, യേ വോ മണി ഹൈ. मणिपुर की ये धरती हौसलों और हिम्मत की धरती है. മണിപ്പൂരിനെ ശാന്തിയുടെ പാതയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. भारत सरकार का निरंतर प्रयास रहा है कि मणिपुर को विकास के रास्ते पर तेजी से आगे ले जाए. മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസനങ്ങളും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ചുരാചന്ദ്പൂരിൽ 7300 കോടി രൂപയുടെയും ഇംഫാലിൽ 1200 കോടിയുടെയും വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂരിലെത്തിയ പ്രധാനമന്ത്രി വികസനം മുൻനിർത്തി കുക്കി, മെയ്തൈ വിഭാഗങ്ങൾക്കിടയിൽ സമാധാനം ആഹ്വാനം ചെയ്താണ് മടങ്ങിയത്. മണിപ്പൂരിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24. രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട്. പ്രധാനമന്ത്രിയുടെ വൈകിയുള്ള മണിപ്പൂർ സന്ദർശനത്തിൽ വിമർശനവുമായി പ്രതിപക്ഷം. മോദി നേരത്തെ മണിപ്പൂർ സന്ദർശിക്കേണ്ടതായിരുന്നു എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. മണിപ്പൂരിലെ അത്യാഹിതം സംഭവിച്ചതല്ല, നടപ്പാക്കപ്പെട്ടതാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങൾക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നും ചോദിക്കുകയാണ് MA ബേബി. That's not been the tradition of prime ministers in India. Right through, no matter which party they were, wherever there was pain, wherever there was suffering, they would go. And that has been the tradition since independence. So he's fulfilling it after 2 years. I think he should have thought of it before. ഇത്ര വലിയൊരു അത്യാഹിതം അവിടെ സംഭവിച്ചതല്ല, വിഭജിക്കുന്ന നയങ്ങൾ BJPയുടെ നയം തന്നെയാണ്, RSSന്റെ നയം തന്നെയാണ്. അത് മണിപ്പൂരിൽ നടപ്പാക്കപ്പെട്ടതാണ് ഈ രക്തച്ചൊരിച്ചിലിനും ഈ അത്യാഹിതങ്ങൾക്കുമെല്ലാം കാരണം. മോഡി അവിടെ പോയി നിന്നിട്ട് എല്ലാം പരിഹരിക്കും എന്നെല്ലാം വാഗ്ദാനം നൽകുന്നത് എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ്, അതെന്തെങ്കിലും പ്രാവർത്തികമാകുമോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം.
രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ തുടങ്ങിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. അടുത്ത വർഷം ജനുവരി 1-ന് യോഗ്യത നിശ്ചയിച്ച് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് സത്യവാങ്മൂലം. SIR-മായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ജൂണിൽ തന്നെ നൽകിയിരുന്നതായും കമ്മീഷൻ വ്യക്തമാക്കി. പ്രതിപക്ഷ എതിർപ്പുകൾ മറികടന്നാണ് രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായയുടെ പൊതുതാൽപര്യ ഹർജിക്ക് നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് SIR നടപടികൾ തുടങ്ങിയതായി കമ്മീഷൻ വ്യക്തമാക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഇടവേളകളിൽ SIR നടപ്പാക്കണമെന്നായിരുന്നു ഹർജി. എന്നാൽ ഇത് പ്രാവർത്തികമല്ലെന്നും പരിഷ്കരണം എപ്പോൾ എങ്ങനെ നടത്തണമെന്നത് തീരുമാനിക്കാനുള്ള അധികാരം കമ്മീഷന് മാത്രമാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി 2025 ജൂണിൽ തന്നെ നടപടികൾ തുടങ്ങിയിരുന്നു. ഇത് സംബന്ധിച്ച് മുന്നൊരുക്കം നടത്താൻ ജൂലൈ 5-ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശവും നൽകി. പ്രാരംഭ നടപടികളുടെ പുരോഗതി വിലയിരുത്താനാണ് ഈ മാസം 10-ന് ഡൽഹിയിൽ യോഗം ചേർന്നത്. നടപടികൾ പൂർത്തിയാക്കി 2026 ജനുവരി 1-ന് മുന്നേ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് ആലോചന. വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുമെന്ന് കേരളത്തിലടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം വ്യക്തമാക്കിയിരുന്നു. 24 ഡൽഹി. തൃശൂരിലെ CPIM നേതാക്കൾക്കെതിരെ പുറത്തുവരുന്ന ശബ്ദരേഖയിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനോട് വിശദീകരണം തേടി പാർട്ടി. ശബ്ദരേഖയിലെ ആരോപണങ്ങൾ AC മൊയ്തീൻ തള്ളി. CPIM നേതാക്കളുടെ അഴിമതിയിൽ സംസ്ഥാന സെക്രട്ടറി മറുപടി പറയണമെന്നാണ് കോൺഗ്രസ് നിലപാട്. 5 വർഷം മുൻപുള്ള ശബ്ദരേഖയാണെങ്കിലും തൃശൂരിലെ CPIM നേതൃത്വം പ്രതിരോധത്തിലാണ്. ശബ്ദരേഖയുടെ ആധികാരികതയിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സംശയം പ്രകടിപ്പിച്ചെങ്കിലും CPIM നേതാക്കൾക്ക് സംശയമില്ല. പ്രസ്താവന അനുചിതമെന്ന് AC മൊയ്തീൻ. തെറ്റായൊരു കാര്യമാണ്, അനുചിതമായൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനൊരു ശബ്ദരേഖയുടെ രൂപത്തിൽ വരാനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആരോപണം അടിസ്ഥാനരഹിതം, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്. MK കണ്ണനെയും AC മൊയ്തീനെയും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല നിലയിൽ അറിയാവുന്നതാണ്. ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദരേഖ ആയുധമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. MV ഗോവിന്ദൻ മറുപടി പറയണമെന്ന് രമേശ് ചെന്നിത്തല. തുടർഭരണത്തിന്റെ വെളിച്ചത്തിൽ ആവശ്യാനുസരണമുള്ള പണമുണ്ടാക്കുക എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി നേതാക്കന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി തന്റെ നിലപാട് വ്യക്തമാക്കണം. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. 3 ദിവസത്തിനുള്ളിൽ ശരത് പ്രസാദ് മറുപടി നൽകണം. അതിനുശേഷം തുടർ നടപടി പാർട്ടി സ്വീകരിക്കും. 24 തൃശൂർ. സൈബർ ആക്രമണങ്ങളിലും അപകീർത്തി പരാമർശങ്ങളിലും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി നടി റിനി ആൻ ജോർജ്. രാഹുൽ ഈശ്വർ അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി. പൊള്ളണ്ടവർക്ക് പുള്ളി എന്നതിന് തെളിവാണ് തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെന്ന് റിനി ആൻ ജോർജ് പറഞ്ഞു. യുവനേതാവിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സൈബർ ആക്രമണം തുടങ്ങിയത്. രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ, ക്രൈം നന്ദകുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി. വിവിധ ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകളടക്കമാണ് പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് പുറമെ എറണാകുളം റൂറൽ SP, മുനമ്പം DYSP എന്നിവർക്കും പരാതി നൽകി. പൊള്ളേണ്ടവർക്ക് പൊള്ളിയെന്നും അതാണ് തനിക്കെതിരെ നടക്കുന്ന പെയ്ഡ് സൈബർ ആക്രമണത്തിന് പിന്നിലെന്നും റിനി ആൻ ജോർജ്. ആർക്കാണോ അത് കൊള്ളുന്നത് അവർക്ക് പൊള്ളുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ പെയ്ഡായി കൂട്ട ആക്രമണം നടത്തുന്നത്. ആരോപണ വിധേയനല്ല, ആരാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ഒരു പെയ്ഡ് രീതിയിൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരിട്ട് ആക്രമണം നടത്തുന്നവരെ മാത്രമല്ല പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും കണ്ടെത്തണമെന്നും തന്നെ മാത്രമല്ല തന്റെ പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയും ബാധിക്കുന്നുവെന്നും റിനി പറഞ്ഞു. 24 കൊച്ചി. വാർത്തകൾ തുടരുകയാണ്. KT ജലീൽ PK ഫിറോസ് പോർ തുടരുന്നു. KT ജലീൽ മന്ത്രിയായിരിക്കെ മലയാളം സർവകലാശാലയ്ക്ക് തിരൂരിൽ ഭൂമി വാങ്ങിയതിൽ അധിക വില നൽകി അഴിമതി നടത്തി എന്നാണ് PK ഫിറോസ് പറയുന്നത്. ഭൂമി കണ്ടെത്തിയതും വില നിശ്ചയിച്ചതും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെന്ന് KT ജലീൽ തിരിച്ചടിച്ചു. KT ജലീൽ PK ഫിറോസ് പോരിലെ പുതിയ വിഷയം മലയാളം സർവകലാശാലക്ക് ഭൂമി വാങ്ങിയതാണ്. സർവകലാശാലക്ക് 11 ഏക്കർ ഭൂമിയാണ് തിരൂർ മാങ്ങാട്ടീരിയിലുള്ളത്. സെന്റിന് 7000-ൽ താഴെ വിലയുള്ള ഭൂമി 1.6 ലക്ഷം രൂപക്കാണ് സർക്കാർ വാങ്ങിയതെന്ന PK ഫിറോസ്. KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ നടത്തിയ ഇടപാടിൽ അഴിമതിയുണ്ട്. KT ജലീൽ കമ്മീഷൻ കൈപ്പറ്റി. ജലീലിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും PK ഫിറോസ്. 1 സെന്റിന് 7500-ന്റെ പകുതിയിൽ താഴെ മാത്രമാണ് ന്യായവിലയുള്ളത്. എന്നാൽ ഈ ഭൂമിക്ക് സർക്കാർ എത്രയാണ് വില കൊടുത്തത്? 1,60,60,000. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത്
ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ, അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീലിന് അത് നിഷേധിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. 2016 ഫെബ്രുവരിയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ആ ഭൂമി കണ്ടെത്തിയതെന്നും UDF സർക്കാർ 1.7 ലക്ഷം രൂപ സെന്റിന് നിശ്ചയിച്ച ഭൂമിയുടെ വില 1.6 ലക്ഷം രൂപയാക്കി കുറക്കുകയാണ് LDF സർക്കാർ ചെയ്തതെന്നും കെ ടി ജലീൽ. അന്ന് ഒരു സെന്റിന് 1,70,000 രൂപ നിരക്കിലാണ് ഉടമകളുമായി സർക്കാരിന്റെ പ്രതിനിധി ഒപ്പുവെക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയപ്പോൾ സെന്റ് ഒന്നിന് 1,60,000 രൂപ ആക്കി കുറച്ചു. PK ഫിറോസിന് ദുബായിൽ ബ്ലൂഫിൻ ടൂറിസം .LLC, ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ എന്നീ കമ്പനികളിൽ പങ്കാളിത്തമുണ്ടെന്നും ജലീൽ ആരോപിച്ചു. PK ഫിറോസിനെതിരെ ആദായ നികുതി വകുപ്പ്, വിജിലൻസ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കെ ടി ജലീൽ വ്യക്തമാക്കി. 24 തിരൂർ. തിരുച്ചിറപ്പള്ളി ഇളക്കിമറിച്ച് തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയിയുടെ തമിഴ്നാട് പര്യടനത്തിന് തുടക്കമായി. DMKയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഭൂരിഭാഗവും നടപ്പാക്കിയിട്ടില്ലെന്ന് വിജയ് വിമർശിച്ചു. റോഡ് ഷോ ഒഴിവാക്കാൻ പോലീസ് നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും വഴിനീളെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്താണ് വിജയ് എത്തിയത്. റോഡ് ഷോ വേണ്ടെന്ന് പോലീസ്, ജനങ്ങളെ കണ്ടേ വരികയുള്ളൂ എന്ന് വിജയ്. രാവിലെ 10:30 മരക്കടയിലെത്തേണ്ട വിജയ് വന്നത് ഉച്ചയ്ക്ക് 3 മണി അടുപ്പിച്ച്. ഏതാണ്ട് 4.5 മണിക്കൂർ തിരുച്ചിറപ്പള്ളി സ്തംഭിച്ചു. അണ്ണാദുരൈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതും MGR ആദ്യ പാർട്ടി സമ്മേളനം തുടങ്ങിയതും തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണെന്ന് പറഞ്ഞ വിജയ് DMKയെ കടന്നാക്രമിച്ചു. DMK പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കിയില്ല. ആരോഗ്യം, വിദ്യാഭ്യാസം, സ്ത്രീ സുരക്ഷ എന്നിവയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വിജയ്. ഒരു ചില മണ്ണ് തൊട്ടാ ரொம்ப நல்லது, சில நல்ல காரியங்களை இந்த இடத்துல இருந்து தொடங்கினா நல்லதுன்ட்டு இந்த பெரியவங்கெல்லாம் சொல்லி நம்ம கேள்விப்பட்டிருப்போம் இல்லையா? அந்த மாதிரி திருச்சியில தொடங்கின எல்லாமே திருப்பமுனைய அமையும்னு சொல்லுவாங்க. MGR പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച വിജയിയുടെ പര്യടനത്തെ സർക്കാരും പ്രതിപക്ഷ പാർട്ടികളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. AIDMKയിലെ ഭിന്നതകൾ മുതലെടുത്ത് NDA സഖ്യത്തിൽ നിന്ന് വിട്ടുപോയ ആരെങ്കിലെയും ചേർത്തു നിർത്തി സർക്കാർ വിരുദ്ധ വോട്ടുകൾ തൻ്റെ പെട്ടിയിലെത്തിക്കാൻ വിജയ് ഏറെ പാടുപെടേണ്ടി വരും. പക്ഷേ വിജയുടെ വാക്കുകൾ കേൾക്കാൻ ആളുകളുണ്ട് എന്നത് അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാകും. തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശഭട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. ഗസയിൽ ഇസ്രയേൽ അതിക്രമം പതിവാക്കിയതോടെ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരുടെ പ്രവാഹമാണ്. അവശ്യ സൗകര്യങ്ങളുടെ അപര്യാപ്തതയുണ്ടെങ്കിലും രോഗികളെ കഴിയുന്ന പോലെ ചികിത്സിക്കുന്ന അനുഭവം ഡോക്ടർ സന്തോഷ് കുമാർ 24മായി പങ്കുവെക്കുകയാണ്. ചോര വാർന്നെത്തുന്ന രോഗികളെ കിടത്താൻ കിടക്ക പോലും ഇല്ലാതെയാണ് ജീവൻ പണയം വെച്ച ആരോഗ്യ പ്രവർത്തകരുടെ സേവനം. ഗസയിലെ അൽമവാസിയിലെ ഫീൽഡ് ഹോസ്പിറ്റലായ നാസർ ആശുപത്രിയിലാണ് സന്തോഷ് കുമാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിലവിൽ അവശേഷിക്കുന്ന ഏക വലിയ സർക്കാർ ആശുപത്രിയാണിത്. നേരത്തെ പലപ്പോഴായി ആക്രമണം നേരിട്ട സ്ഥാപനം. ആശുപത്രിക്ക് മേൽ ബോംബ് വർഷിച്ച് 500-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ബോംബ് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വീഴുകയും ഏകദേശം 50ഓളം ആൾക്കാർ മരിക്കുകയും അതിനകത്ത് ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള വളരെ വലിയ ഒരു സംഘമാണ് വാസ്തവത്തിൽ അത് ആ ഒരു സമയത്ത് മരിച്ചു വീണത്. 1 മാസത്തിലധികമായി ഡോക്ടർ സന്തോഷ് കുമാർ പ്രവർത്തിക്കുന്ന നാസർ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിലെ റെഡ് ഏരിയയിൽ മാത്രം 150-ലധികം ആളുകളാണ് ഇപ്പോഴുള്ളത്. ലഭ്യമാകുന്ന സംവിധാനങ്ങൾ വെച്ച് പരിമിതമായ ചികിത്സ മാത്രമാണ് നൽകുന്നതെന്നും ഡോക്ടർ സന്തോഷ്. ഭക്ഷ്യവസ്തുക്കൾ പോലും ലഭിക്കുന്നില്ലെന്നും സന്തോഷ് കുമാർ പറയുന്നു. ഭക്ഷണ സാധനങ്ങൾ ഒന്നും തന്നെ കിട്ടാറില്ല. അപ്പോൾ ഭക്ഷണ സാധനങ്ങൾക്കാണ് അതിഭയങ്കരമായ വിലയുമാണ്. 1 കിലോ പഞ്ചസാരയ്ക്ക് $100, അതായത് 8,000-ലധികം രൂപയാണ് 1 കിലോ പഞ്ചസാരയ്ക്ക് മാത്രമാകുന്നത്. 1 കിലോ ആട്ടയ്ക്ക് ഏകദേശം $40 ഉള്ളത്. ഭക്ഷ്യവിതരണ സ്ഥലത്ത് നടക്കുന്ന വെടിവെപ്പിലാണ് ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നതെന്നും താമസ സ്ഥലം പോലും ഇല്ലാതെ ടെന്റുകളിലാണ് രോഗികളെ താമസിപ്പിക്കുന്നതെന്നും ഡോക്ടർ പറഞ്ഞു. ഒരു ദിവസം 20ഓളം സർജറികളാണ് ഡോക്ടർ സന്തോഷ് കുമാർ നടത്തുന്നത്. ഗസ സിറ്റിയിൽ നടക്കുന്ന കടുത്ത സൈനികാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവരാണ് നാസർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നത്. ന്യൂസ് ഡെസ്ക് 24.
സുശീല കർക്കി പ്രധാനമന്ത്രിയായതോടെ നേപ്പാളിൽ പ്രക്ഷോഭം കെട്ടടങ്ങുന്നു. നേപ്പാളിലെ ജനങ്ങൾക്കൊപ്പം ഇന്ത്യ ഉറച്ചു നിൽക്കുമെന്ന് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുശീല കർക്കിയുടെ നിയമനം ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമപരമായി നേരിടുമെന്നും നേപ്പാൾ ബാർ അസോസിയേഷൻ വ്യക്തമാക്കി. 2026 മാർച്ച് 5-ന് നേപ്പാളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ജൻസി പ്രക്ഷോഭമുണ്ടാക്കിയ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തത്. പാർലമെന്റ് പിരിച്ചുവിട്ടതായും 2026 മാർച്ച് 5-ന് തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. സുശീല കർക്കിക്ക് കീഴിൽ 7 മന്ത്രിമാർ അടങ്ങുന്ന താൽക്കാലിക സർക്കാരാകും അതുവരെ ഭരണ ചുമതല നിർവഹിക്കുക. സുശീല കർക്കിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിലെ ജനങ്ങളുടെ സമാധാനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കുമായി ഇന്ത്യ ഉറച്ചു നിൽക്കുമെന്ന് പ്രതികരിച്ചു. സുശീല കർക്കിയുടെ നിയമനവും പാർലമെന്റ് പിരിച്ചുവിട്ടതും ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമപരമായ പരിഹാരങ്ങൾ തേടുമെന്നും നേപ്പാൾ ബാർ അസോസിയേഷൻ വ്യക്തമാക്കി. കാഠ്മണ്ഡുവിലെ നേപ്പാൾ പോലീസ് സേനയും സർക്കാർ ഓഫീസുകളും വീണ്ടും പ്രവർത്തനക്ഷമമായി. നേപ്പാൾ സുപ്രീം കോടതിയും ബാങ്കുകളും ഘട്ടം ഘട്ടമായി തുറക്കും. 24 ഡൽഹി. കേരളത്തിലേക്ക് രാസലഹരി ഒഴുക്കുന്ന പ്രധാന ലഹരി കച്ചവടക്കാരൻ ബംഗളൂരുവിൽ അറസ്റ്റിൽ. തൃക്കാക്കര സ്വദേശി ഹസനുൽ ബന്നയെയാണ് കൂട്ടുപ്രതിയുടെ സഹായത്തോടെ പോലീസ് സാഹസികമായി പിടികൂടിയത്. ആഫ്രിക്കൻ വംശജരുടെ കയ്യിൽ നിന്ന് രാസലഹരി വാങ്ങി കേരളത്തിലേക്ക് കടത്തുന്നതായിരുന്നു ഇയാളുടെ രീതി. ആഫ്രിക്കക്കാരുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി കേരളത്തിലേക്ക് ഇടനിലക്കാർ വഴി കടത്തുന്ന പ്രധാന ലഹരി ഏജന്റിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 മാസം മുൻപ് ഇയാളുടെ സഹായി മുഹമ്മദ് അസ്ലമിനെ വാഴക്കുളത്ത് വെച്ച് മയക്കുമരുന്നുമായി പോലീസ് പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. പ്രതിയെ പിടികൂടാനായി ബാംഗ്ലൂരിലെത്തിയ കേരള പോലീസിനെ തിരിച്ചറിഞ്ഞ് ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഓടിച്ചിട്ടാണ് പോലീസ് പിടികൂടിയത്. ചെറിയ അളവിൽ വരെ രാസലഹരി വിൽക്കാനുള്ള ഉപകരണങ്ങളും പ്രതിയുടെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് കണ്ടെത്തി. വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ ലഹരി വലയുടെ വ്യാപ്തി കണ്ടെത്താൻ സാധിക്കൂവെന്ന് പോലീസ് പറഞ്ഞു. 24 കൊച്ചി. നൈജീരിയൻ ലഹരി മാഫിയ കേസിൽ ശബ്ദ സാമ്പിൾ എടുക്കാൻ പോലീസ്. വിദേശ ലഹരി മാഫിയയുമായുള്ള മലയാളിയുടെ ഫോൺ സംഭാഷണ വിവരങ്ങൾ പോലീസ് കണ്ടെടുത്തു. കേസിലെ പ്രതി മലപ്പുറം പുതുക്കോട് സ്വദേശി സിറാജിന്റെ ശബ്ദ സാമ്പിൾ എടുക്കാനാണ് പോലീസ് തീരുമാനം. 24 ഫോളോ അപ്പ്. നൈജീരിയ ലഹരി മാഫിയ കേസിൽ ശാസ്ത്രീയ കുറ്റാന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘവുമായി മലയാളിയുടെ വിശദമായ ടെലിഫോൺ കോളിന്റെ ഭാഗങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. സൈബർ സെൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് നിരവധി ടെലിഫോൺ കോൾ ശബ്ദരേഖകൾ കിട്ടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിലെ പ്രതിയായ മലപ്പുറം പുതുക്കോട് സ്വദേശി സിറാജുദ്ദീന്റെ ശബ്ദ സാമ്പിൾ എടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ സിറാജ്. ശാസ്ത്രീയ പരിശോധനയ്ക്കായി സിറാജിന്റെ ശബ്ദ സാമ്പിൾ എടുക്കാൻ വേണ്ടിയുള്ള ഹർജി അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. പാസ്പോർട്ടും വിസയുമില്ലാതെ രാജ്യത്തിനകത്ത് നുഴഞ്ഞു കയറിക്കൊണ്ട് അന്താരാഷ്ട്ര ലഹരി മാഫിയ ശൃംഖലയാണ് പ്രവർത്തിക്കുന്നതെന്ന് കോഴിക്കോട് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്ത നൈജീരിയക്കാർ പ്രതികളായ കേസിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള ചുമത്തുന്ന കാര്യത്തിൽ അന്വേഷണ സംഘം പരിശോധനകൾ തുടരുകയാണ്. FRROയുടെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും പോലീസിന് ലഭ്യമായിട്ടില്ല. ഏതായാലും അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിന്റെ വലിയ കണ്ണി ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് കോഴിക്കോട് ടൗൺ പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിനകം വ്യക്തമായിരിക്കുന്നത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിലേക്ക് ചേർത്തല സ്വദേശി KS അനുരാഗിന് നിയമന ഉത്തരവ് നൽകി ദേവസ്വം ബോർഡ്. നിയമനം ചർച്ച ചെയ്യാനായി ചേർന്ന യോഗത്തിൽ നിന്നും തന്ത്രി പ്രതിനിധി വിട്ടുനിന്നു. ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ പങ്കെടുത്തവർ ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തത്. 15 ദിവസത്തിനുള്ളിൽ ജോലിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശത്തോടെ അനുരാഗിന് നിയമന ഉത്തരവ് നൽകി. രേഖാമൂലം അറിയിപ്പ് നൽകിയിട്ടും യോഗത്തിൽ തന്ത്രി പ്രതിനിധി പങ്കെടുത്തില്ല. ആദ്യം നിയമനം നടത്തിയത് തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ ഈഴവ സമുദായാംഗമായ ബാലുവിനെയാണ്. തന്ത്രി കുടുംബം ബാലുവിന്റെ നിയമനം വലിയ വിവാദമാക്കി. പിന്നാലെ ബാലു രാജിവെച്ചു. ഇതിനുശേഷമാണ് അനുരാഗിന് നറുക്കു വീണത്. നിയമനം ചോദ്യം ചെയ്ത് തന്ത്രി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും തിരിച്ചടി നേരിട്ടു. 24 കൊച്ചി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അയ്യപ്പ സംഗമ ദിവസം വെർച്വൽ ക്യൂ സ്ലോട്ട് 5-ൽ 1 കുറച്ചു. 19-20 തീയതികളിൽ 10,000 ഭക്തർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക. അയ്യപ്പ സംഗമത്തിനെത്തുന്ന പ്രതിനിധികൾക്ക് ദർശനമൊരുക്കാനാണ് കടുത്ത നിയന്ത്രണം. ആഗോള അയ്യപ്പ സംഗമം സാധാരണ ഭക്തരെ ബാധിക്കരുതെന്ന കർശന നിർദ്ദേശത്തോടെയാണ് ഹൈക്കോടതി അനുമതി നൽകിയത്. അത് അംഗീകരിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉറപ്പു നൽകിയിരുന്നു. ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. കോടതി ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി തന്നിരിക്കുന്നു.
ഹൈക്കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഈ അയ്യപ്പ സംഗമം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി നിർദ്ദേശം മറികടന്ന് 19, 20 തീയതികളിൽ വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ 5-1 വെട്ടിക്കുറച്ചു. അയ്യപ്പ സംഗമം നടക്കുന്ന 20-ാം തീയതി ഇനി ഒഴിവുള്ളത് 1300ഓളം സ്ലോട്ടുകൾ മാത്രം. പരിപാടിയുടെ തലേ ദിവസവും സ്ഥിതി സമാനം. ഈ മാസം 16 മുതൽ 21 വരെയാണ് മാസപൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത്. അതിൽ 2 ദിവസം മാത്രമാണ് പ്രത്യേക നിയന്ത്രണം. സാധാരണഗതിയിൽ മാസപൂജകൾക്ക് 50,000 സ്ലോട്ടുകൾ അനുവദിച്ചിരുന്നു. അയ്യപ്പ സംഗമ ദിവസങ്ങളിലെ നിയന്ത്രണം പരിപാടിക്കെത്തുന്ന പ്രതിനിധികൾക്ക് ദർശന സൗകര്യമൊരുക്കാനാണെന്നാണ് ആക്ഷേപം. അതേസമയം മാസപൂജകൾക്ക് 10,000-ൽ കൂടുതൽ ഭക്തർ എത്തില്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിൽ സമഗ്ര മാറ്റവുമായി മോട്ടോർ വാഹന വകുപ്പ്. ലേണേഴ്സ് ടെസ്റ്റിലെ ചോദ്യങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ വർധനവുണ്ട്. ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്നയാളും ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥനും ഇനി മുതൽ പരീക്ഷ പാസ്സാവണം. ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിൽ നിലവിൽ 20 ചോദ്യങ്ങളാണുള്ളത്. ഇത് 30 വർദ്ധിപ്പിക്കും. 12 ചോദ്യം എന്നത് മാറി 18 ചോദ്യങ്ങൾ ശരിയാക്കണം. ഓരോ ഉത്തരം മാർക്ക് ചെയ്യാനും 30 സെക്കൻഡുകൾ നൽകും. നേരത്തെ 15 സെക്കൻഡായിരുന്നു ഉണ്ടായിരുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകൾ വഴി ലേണേഴ്സ് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ അടങ്ങിയ പുസ്തകം നൽകുന്ന രീതി അവസാനിപ്പിക്കും. പകരം ചോദ്യങ്ങളുടെ സിലബസ് MVD ലീഡ്സ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാക്കും. മോക്ക് ടെസ്റ്റും ഈ ആപ്ലിക്കേഷനിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വിവിധ ഘട്ടങ്ങൾ പാസ്സാകുമ്പോൾ റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റുകൾ നൽകും. പുതിയ പരിഷ്കാരങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് MVDയുടെ ലൈസൻസ് എടുക്കുന്നതിന് മുൻപുള്ള ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട. ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകരും ഇനി MVD ലീഡ് ടെസ്റ്റ് പാസ്സാകണം. ഈ ടെസ്റ്റ് പാസ്സായി സർട്ടിഫിക്കറ്റ് നേടിയാലേ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാനാകൂ. MVD ഉദ്യോഗസ്ഥർക്കും സർവീസ് ആനുകൂല്യങ്ങൾ ലഭ്യമാവാൻ റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നേടണം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ലേണേഴ്സ് ടെസ്റ്റിലും പുതിയ പരിഷ്കാരങ്ങൾ. 24, തിരുവനന്തപുരം. എറണാകുളം ലിസി ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ 13-കാരിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. കുട്ടിയെ നാളെ പുലർച്ചെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റും. ഇന്ന് പുലർച്ചെ 6:30-ക്കാണ് ശസ്ത്രക്രിയ പൂർത്തിയായത്. മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശിയായ 18-കാരന്റെ ഹൃദയമാണ് കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടിക്ക് മാറ്റിവെച്ചത്. ഇന്ന് പുലർച്ചെ 1:25 ആരംഭിച്ച ശസ്ത്രക്രിയ 6:30-ക്ക് പൂർത്തിയായി. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർ ജേക്കബ് എബ്രഹാം പറഞ്ഞു. നാളെ പുലർച്ചെ വെന്റിലേറ്ററിൽ നിന്ന് കുട്ടിയെ ICUവിലേക്ക് മാറ്റും. ആവണിയുടെ സർജറി സക്സസ്ഫുൾ ആണ്, സ്റ്റേബിൾ ആണ്. വെന്റിലേറ്റർ സപ്പോർട്ട് തന്നെയാണ്. സാറിന് ഏത് കാർഡിയക് സർജറി കഴിഞ്ഞാലും, ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഏത് കാർഡിയക് സർജറി കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് 4 to 5 hours വെന്റിലേറ്റർ സപ്പോർട്ടിലായിരിക്കും. അതുപോലെ തന്നെ ആവണിനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാളെ രാവിലെ വരെ വെന്റിലേറ്റർ സപ്പോർട്ടിൽ മോണിറ്റർ ചെയ്യാന്നുള്ളതാണ്. സാറ്റിസ്ഫൈങ് ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻ നമുക്ക് പറയാം. അപകടത്തിൽ മരിച്ച ബിൽജിത്തിന്റെ കരൾ, ചെറുകുടൽ എന്നിവ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശിക്കും മാറ്റിവെച്ചു. 24, കൊച്ചി. മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. ഔദ്യോഗിക ബഹുമതികൾ അങ്കമാലി അകപ്പറമ്പ് യാക്കോബായ പള്ളിയിലായിരുന്നു സംസ്കാരം. പരുക്കൻ ശബ്ദവും സൗമ്യമായ പെരുമാറ്റവും. പെരുമ്പാവൂർക്കാരുടെ തങ്കച്ചൻ സാറും ആ ചിരിയും ഇനി ഓർമ്മയാണ്. ആയിരങ്ങളാണ് പെരുമ്പാവൂരിലെ വസതിയിലേക്ക് PP തങ്കച്ചന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. പെരുമ്പാവൂർ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടെ അകപ്പറമ്പ് പള്ളിയിലേക്ക് വിലാപയാത്രയായി മൃതദേഹം എത്തിച്ചു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ, ബെന്നി ബെഹനാൻ തുടങ്ങി UDF നേതാക്കളും സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി. അങ്കമാലി അകപ്പറമ്പ് സാബോർ അഫ്രോത്ത് വലിയ പള്ളിയിൽ അന്ത്യകർമ്മങ്ങൾ നടന്നു. അന്ത്യശുശ്രൂഷകൾക്ക് ഡോക്ടർ എബ്രഹാം മാർ സെവേറിയോസ്, മാർക്കോസ് മാർ ക്രിസോസ്റ്റമസ്, മാത്യൂസ് മാർ അപ്രൈം എന്നിവർ കാർമ്മികത്വം വഹിച്ചു. 24, പെരുമ്പാവൂർ. വെൽക്കം ബാക്ക് പ്രേക്ഷകരെ. ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ ഇടം പിടിച്ച് മിസോറാം. 52 കിലോമീറ്റർ നീളമുള്ള ബൈറാബി സൈറാങ് റെയിൽവേ പാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. 871 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷം പിന്നിടുമ്പോഴാണ് മിസോറാം തലസ്ഥാനമായ ഐസ്വാളിൽ റെയിൽവേ എത്തുന്നത്. രാജ്യത്തിനും മിസോറാമിലെ ജനങ്ങൾക്കും ചരിത്ര ദിനമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുഷ്കരമായ ഭൂപ്രദേശം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളെ മറികടന്ന് റെയിൽപാത യാഥാർത്ഥ്യമാക്കിയ എഞ്ചിനീയർമാരെയും തൊഴിലാളികളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. The Honorable Prime Minister
Mizoram and transport and communication. പാത പ്രവർത്തനക്ഷമമാകുന്നതോടെ ഐസ്വാളിനും അസമിലെ പ്രധാന നഗരമായ സിൽച്ചറിനും ഇടയിലുള്ള യാത്രാസമയം 7 മണിക്കൂറിൽ നിന്നും 3 മണിക്കൂറായി കുറയും. റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമായി മാറിയ പാതയുടെ പകുതിയിലധികവും തുരങ്കങ്ങളിലൂടെയും പാലങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത്. വൈബ്രേഷനും അറ്റകുറ്റപ്പണികളും കുറയ്ക്കുന്നതിന് തുരങ്കങ്ങൾക്കുള്ളിൽ ബാലസ്റ്റ്ലെസ് ട്രാക്കുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. 24 ഡൽഹി. കൺസ്യൂമർ ഫെഡിലെ കോടികളുടെ കൊള്ള തെളിയിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് 24-ന്. സാധനങ്ങൾ വാങ്ങുന്നതിലും മദ്യം വാങ്ങുന്നതിലും 2005-15 കാലയളവിൽ നടന്നത് കോടികളുടെ ക്രമക്കേടാണ്. മുൻ MD, പ്രസിഡന്റ്, ഭരണസമിതി, ജീവനക്കാർ എന്നിവർ ക്രമക്കേടിൽ പങ്കുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 24 എക്സ്ക്ലൂസീവ്. കൺസ്യൂമർ ഫെഡിൽ സഹകരണ നിയമപ്രകാരമുള്ള അന്വേഷണത്തിലാണ് ഗുരുതര കണ്ടെത്തൽ. 3020 കോടി രൂപയുടെ ക്രമവിരുദ്ധ ഭക്ഷ്യോൽപ്പന്ന പർച്ചേസിൽ നഷ്ടം 388.68 കോടി രൂപ. 4729 കോടി രൂപയുടെ ക്രമവിരുദ്ധ വിദേശമദ്യം വാങ്ങലിൽ 2004-2005 കാലത്ത് മാത്രം 10 കോടി രൂപയുടെ നഷ്ടം. വാഹനങ്ങൾ, നിർമ്മാണ അറ്റകുറ്റപ്പണികൾ, ഫ്ലോട്ടിംഗ് ത്രിവേണി പർച്ചേസ് എന്നിവയിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസേഷൻ, സർക്കാർ പരസ്യഫണ്ട് ദുരുപയോഗം ചെയ്തത് തുടങ്ങിയ ഇനങ്ങളിൽ 7500 കോടി രൂപയിൽ അധികം തുകയുടെ ഇടപാടിൽ വൻ പ്രവർത്തന നഷ്ടം ഉണ്ടായി. സർക്കാർ ധനസഹായം, വകമാറ്റി ചെലവഴിക്കൽ ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ 595 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. മുൻ MD, പ്രസിഡന്റ്, ഭരണസമിതി, ജീവനക്കാർ എന്നിവർക്ക് ക്രമക്കേടിൽ പങ്കാളിത്തം ഉണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം കണ്ടെത്താൻ സഹകരണ നിയമത്തിലെ 68-ാം വകുപ്പനുസരിച്ചുള്ള അന്വേഷണം വേണമെന്നാണ് ശുപാർശ. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ A. ബിന്ദുവിനാണ് അന്വേഷണ ചുമതല. കൺസ്യൂമർ ഫെഡിന്റെ എല്ലാ യൂണിറ്റുകളുടെ നിലവിലെ പൊതുപ്രവർത്തനവും അന്വേഷണ പരിധിയിൽ വരും. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ D. സജിത് ബാബു IAS-ന്റെ ഉത്തരവ്. 24 വയനാട്. ചതയദിനാഘോഷം സംഘടിപ്പിക്കാൻ OBC മോർച്ച ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് BJP വിട്ട KA ബാഹുലേനെ അനുനയിപ്പിക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന് നീക്കം പാളി. ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കി ചുരുക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്ന് KA ബാഹുലേൻ 24-നോട് പറഞ്ഞു. വർഗീയതയ്ക്ക് വിട്ടുവീഴ്ച ചെയ്ത് BJP-യിൽ തുടരാനാവില്ലെന്നും BJP പിന്നോക്ക ദളിത് വിരുദ്ധരാണെന്നും KA ബാഹുലേൻ പറഞ്ഞു. SNDP അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായ KA ബാഹുലേന്റെ പാർട്ടി വിടാനുള്ള തീരുമാനം ഈഴവ വിഭാഗത്തെ സ്വാധീനിക്കുമെന്ന് കണ്ടാണ് അനുനയ ശ്രമത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷിനെ രാജീവ് ചന്ദ്രശേഖർ ചുമതലപ്പെടുത്തിയത്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുനയ നീക്കം പാളി. രാജീവ് ചന്ദ്രശേഖർ ബന്ധപ്പെട്ടിട്ട് എന്ത് കാര്യം? എനിക്ക് സ്ഥാനമാനങ്ങൾ വേണ്ടല്ലോ. വർഗ സംഘടനയിലാണ് എനിക്ക് വിശ്വാസം, വർഗീയ സംഘടനയിലല്ല. BJP ആയിട്ട് ഇനി ഒരു ഡയലോഗിനെ സാധ്യതയില്ല. റിപ്പബ്ലിക് ദിന പരേഡിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഫ്ലോട്ട് ഒഴിവാക്കിയ സംഭവം വന്നപ്പോൾ തന്നെ രാജിവെക്കേണ്ടതായിരുന്നുവെന്ന് ബാഹുലേൻ തുറന്നടിച്ചു. വർഗീയതയും മതവികാരവും ആളിക്കത്തിക്കുകയാണ് BJP-യുടെ ഉദ്ദേശം. വർഗീയതയ്ക്ക് വിട്ടുവീഴ്ച ചെയ്ത് BJP-യിൽ തുടരാനാവില്ല. BJP പിന്നോക്ക ദളിത് വിരുദ്ധരെന്നും അവരുമായി ഇനിയൊരു സംഭാഷണത്തിനും സാധ്യതയില്ലെന്നും KA ബാഹുലേൻ 24-നോട് പറഞ്ഞു. അവർ പിന്നോക്ക വിരുദ്ധരാണ്, ദളിത് വിരുദ്ധരാണ്, അതിന് യാതൊരു സംശയവും എനിക്കില്ല. പക്ഷേ മോഹന വാഗ്ദാനങ്ങളാണ് അവരുടെ ആയുധം. ചതയ ദിനാഘോഷം സംഘടിപ്പിക്കാൻ OBC മോർച്ചയെ ഏൽപ്പിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവ് TP സെൻകുമാറും രംഗത്തെത്തിയിരുന്നു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. സ്റ്റാലിനെ പുകഴ്ത്തുകയാണ് രജനീകാന്ത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നക്ഷത്രമെന്ന് പറയുകയാണ്. പഴയ പുതിയ എതിരാളികൾക്ക് വെല്ലുവിളി എന്ന് പറയുന്നു. സ്റ്റാലിൻ പ്രിയ സുഹൃത്തെന്ന് രജനീകാന്ത് പറയുന്നുണ്ട്. വിജയിയുടെ പര്യടനം, തമിഴ്നാട് പര്യടനം തുടങ്ങിയ ദിവസമാണ് പരാമർശം എന്നതാണ് ശ്രദ്ധേയം. രജനീകാന്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനവും ആ മോഹമുക്തി ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ നീക്കങ്ങളൊക്കെ പാളി നമ്മൾ കണ്ടതാണ്. പിന്നാലെ വിജയുടെ യാത്ര തുടങ്ങിയ ദിവസമാണ് സ്റ്റാലിനെ പുകഴ്ത്തിക്കൊണ്ട് രജനീകാന്തിൻ്റെ രംഗപ്രവേശനം. ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് പിന്നാലെ മുസ്ലിം ഔട്ട്റീച്ചും സംഘടിപ്പിക്കാൻ BJP സാമുദായിക അടിസ്ഥാനത്തിൽ മുസ്ലിം നേതാക്കളുടെയും യോഗം ചേരും. കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് മുസ്ലിം ശില്പശാല സംഘടിപ്പിക്കുക. ന്യൂനപക്ഷ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ ആയിരിക്കും പരിപാടി നടത്തുക. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തി വിവാദത്തിലായെങ്കിലും സാമുദായിക അടിസ്ഥാനത്തിലെ യോഗങ്ങളുമായി BJP മുന്നോട്ട്. ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനു പിന്നാലെ മുസ്ലിം ഔട്ട്റീച്ചും സംഘടിപ്പിക്കാൻ BJP തീരുമാനം. സാമുദായിക അടിസ്ഥാനത്തിൽ മുസ്ലിം നേതാക്കളുടെയും യോഗം ചേരും. മലബാർ കേന്ദ്രീകരിച്ച് കോഴിക്കോടാകും
മുസ്ലിം ഔട്ട്റീച്ച് ശില്പശാല സംഘടിപ്പിക്കുക. ന്യൂനപക്ഷ മോർച്ചയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സംഘടിപ്പിച്ച അതേ മാതൃകയിലായിരിക്കും മുസ്ലിം ഔട്ട്റീച്ചും സംഘടിപ്പിക്കുക. സംഘടനാ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം വിശ്വാസികളായ നേതാക്കൾ ഔട്ട്റീച്ചിൽ പങ്കെടുക്കും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് BJP നീക്കം. എന്നാൽ ഇത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്ന് കാത്തിരുന്നു കാണണം. നേരത്തെ ഈസ്റ്റർ ദിന നയതന്ത്ര സമയത്ത് ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിച്ച മാതൃകയിൽ മുസ്ലിം ഭവനങ്ങളും സന്ദർശിക്കുമെന്ന് സംസ്ഥാന പ്രഭാരിയായിരുന്ന പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് സംസ്ഥാനത്ത് നടപ്പിലായിരുന്നില്ല. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. നേരത്തെ പറഞ്ഞ വാർത്തയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പുകഴ്ത്തുന്നു രജനീകാന്ത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ നക്ഷത്രമാണ് MK സ്റ്റാലിൻ. പഴയ പുതിയ എതിരാളികൾക്ക് വെല്ലുവിളിയാണ്. വരൂ 2026 കാണാം എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന ആളാണ് സ്റ്റാലിൻ. എല്ലാ കാലവും പ്രിയ സുഹൃത്ത് എന്നും പറയുകയാണ് രജനീകാന്ത്. മുഹമ്മദ് റഹീസ് സുരംഗമ ചെയ്യുന്നു. റഹീസ്, ഇളയരാജയെ ആദരിക്കുന്ന ചടങ്ങാണ്. മറ്റു സമയത്താണെങ്കിൽ അതൊരു വാർത്തയല്ല. പക്ഷേ വിജയിയുടെ യാത്ര തുടങ്ങിയ ആ ദിവസം യാത്ര തുടങ്ങാൻ കഴിയാതെ പോയ രജനീകാന്തിന്റെ ആ സ്റ്റാലിൻ പുകഴ്ത്തലിന് രാഷ്ട്രീയമുണ്ട്. റഹീസ്, കേൾക്കാവോ? രജനീകാന്തിന്റെ പ്രസംഗം കേട്ട് വരുമ്പോഴേക്ക് റഹീസിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. രജനീകാന്തിന്റെ വാക്കുകളിലേക്ക്. நான் அதிசய மனிதர்களை நான் வந்து புராணத்தில் படிச்சிருக்கேன், இதிகாசத்தில் படிச்சிருக்கேன். ஆனால் கண்ணாலே பார்த்த அதிசய மனிதர் இளையராஜா அவர்கள். இளையராஜா அவர்களே, இங்கே வந்திருக்கும் அரசியல் நண்பர்களே, பெரியவர்களே, தாய்மார்களே, பிரஸ் மீடியா நண்பர்களே, என்னை வாழ வைக்கும் தேவான தமிழக மக்களே, இங்கே நான் சாமியன் கூப்பிட்ட இளையராஜா அவர்களை வந்து இவரை பற்றி பேசணும்னு சொன்னால் நிறைய பேசலாம். ஆனால் ஒரு நேரம் கருதி சிஎம் அவர்களுடைய நேரம் அது ரொம்ப நான் எடுத்துக்கக்கூடாது. அதுக்காக சில விஷயங்கள் மட்டும் இளையராஜா, அந்த மாதிரி ஒரு இளையராஜா ஒரு இசையமைப்பாளராக உலகத்தில் வாழும் அனைத்து தமிழக மக்களின் ரத்தம் நாடி நரம்பில் வந்து அவருடைய இசை, அவருடைய பேர் ஊறி போயிருக்கு. இப்போ ஜஸ்ட் ஒரு நோட் அடித்தாலும் எப்படி நீங்கள் பிடிச்சி இது பண்ணுறீங்க பாருங்கள். ஒரு 70s, 80s, 90s வந்து ஒரு போட்ட பெட்டுகள், ஒரு பாட்டுகள் இப்போ கூட ஒரு ஃபிலிமில் வந்து ஒரு 2-3 பாட்டு போட்டால் அந்த படம் சூப்பர் ஹிட் ஆகிடும். இப்போ கூலியில் கூட 2 பாட்டு நம்ம அதை நம்ம பயன்படுத்திக்கிட்டோம். ஸோ அந்த மாதிரி ஒரு அந்த அவர் இசையமைப்பாளர் இளையராஜா அவர்கள் பற்றி எல்லாருக்கும் தெரியும். அதை விட ஜாஸ்தி ஒரு மனிதனாக வந்து பெரிய மாமனிதனாக நான் வந்து அவரை நான் பார்த்துருக்கேன். அதுக்கு அவர் மேலே ரொம்ப நமக்கு கௌரவம். ஒரு 1600 படங்கள், 800 பாட்டுகள், 1500 பாடல் பாடியிருக்காரு, 508 பாடு எழுதியிருக்காரு. 50 வருஷம், இது சாதாரண விஷயமா இல்லை. சரி, அவரை வந்துட்டு நான் பல விதங்களில் 50 வருஷத்தில் வந்து ശരി. അപ്പോൾ തമിഴക രാഷ്ട്രീയം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. വിജയിക്കൊപ്പമല്ല, തൻ്റെ പിന്തുണ സ്റ്റാലിനാണ് എന്ന കാര്യം ആവണം. രാഷ്ട്രീയ പിന്തുണയാവണം അത് രജനീകാന്ത്. അതല്ല, അത് ഒരു സാധാരണഗതിയിൽ സൗഹൃദ പ്രഖ്യാപനമാണോ എന്ന കാര്യവും അറിയില്ല. എന്തായാലും തമിഴക രാഷ്ട്രീയം കുറച്ചുകൂടി ചടുലമാകുന്നുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ വാർത്താമഴ തൽക്കാലം പൂർണ്ണമാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.